Hello everyone, today we have to discuss probability density and radial probability density. എന്താണ് probability density എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. എന്താണ് probability density എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർവെൽ എടുക്കുകയാണ്. ഈ ഇൻ്റർവെല്ലിൽ പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റി, പാർട്ടിക്കിളിനെ കാണാനുള്ള സാധ്യത, ഇതിനെയാണ് probability density എന്ന് പറയാം. ഇതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ഈ ഒരു പാർട്ടിക്കിളിൻ്റെ വേവ് ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. ഈ വേവ് ഫംഗ്ഷനെ സ്ക്വയർ ചെയ്താൽ നമുക്ക് പ്രോബബിലിറ്റി ഡെൻസിറ്റി കിട്ടും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസാണെങ്കിൽ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ വേവ് ഫംഗ്ഷന് പോളാർ കോർഡിനേറ്റ്സിലാണ് പറഞ്ഞിട്ടുള്ളത്. വേവ് ഫംഗ്ഷൻ എന്താണ്? സൈ ഓഫ് ആർ തീറ്റ ഫൈ. സോ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ പ്രോബബിലിറ്റി എന്താണ് വരിക? മോഡ് സൈ ഓഫ് ആർ തീറ്റ ഫൈ സ്ക്വയറാണ് വരിക. ഇനി നമുക്ക് ഓവർ ദ വോളിയത്തിലുള്ള പ്രോബബിലിറ്റിയാണ് കിട്ടേണ്ടത്. അതായത് ഡീറ്റോ വോളിയത്തിൽ ആർ തീറ്റ ഫൈ പൊസിഷനിൽ അല്ലെങ്കിൽ ആർ തീറ്റ ഫൈ ലൊക്കേഷനിലുള്ള പാർട്ടിക്കിളിൻ്റെ പ്രോബബിലിറ്റിയാണ് കിട്ടേണ്ടത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ കാണുക? മോഡ് സൈ സ്ക്വയർ ഡീറ്റോ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആ ഒരു വോളിയത്തിലുള്ള പ്രോബബിലിറ്റി കിട്ടും. സോ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ വേവ് ഫംഗ്ഷൻ എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? 3 ക്വാണ്ടം നമ്പേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. എൻ എൽ എം. അതിൻ്റെ വേവ് ഫംഗ്ഷൻ എങ്ങനെയാണ് നമ്മൾ എഴുതാറ്? സൈ എൻ എൽ എം ഓഫ് ആർ തീറ്റ ഫൈ ഈസ് ഈക്വൽ ടു ആർ എൻ എൽ ഓഫ് ആർ തീറ്റ എൽ എം എൽ ഓഫ് തീറ്റ ഫൈ എം എൽ ഓഫ് ഫൈ. ഇങ്ങനെയാണ് നമ്മൾ വേവ് ഫംഗ്ഷൻ എഴുതാറ്. സോ അതിൻ്റെ പ്രോബബിലിറ്റി എന്താണ് വരിക? മോഡ് സൈ എൻ എൽ എം ഓഫ് ആർ തീറ്റ ഫൈ സ്ക്വയർ ഡീറ്റോ ഈസ് ഈക്വൽ ടു മോഡ് ആർ എൻ എൽ ഓഫ് ആർ തീറ്റ എൽ എം എൽ ഓഫ് തീറ്റ ഫൈ എം എൽ ഓഫ് ഫൈ മോഡ് സ്ക്വയർ ഡീറ്റോ. ഇതാണ് പ്രോബബിലിറ്റി വരിക. ഇൻ പോളാർ കോർഡിനേറ്റ്സ് ഡീറ്റോ ഈസ് ഈക്വൽ ടു എന്താണ്? ആർ സ്ക്വയർ സൈൻ തീറ്റ ഡി ആർ ഡി തീറ്റ ഡി ഫൈ ആണ്. നമ്മൾ ഓവർ ദ വോളിയത്തിലാണ്, മൊത്തമായിട്ടുള്ള വോളിയത്തിൽ പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റിയാണ് എടുത്തിട്ടുള്ളത്. സോ ആ പ്രോബബിലിറ്റി എപ്പോഴും ഈക്വൽ ടു 1 ആയിരിക്കും. കാരണം ആ ഒരു വോളിയത്തിൽ എവിടെയെങ്കിലും എന്തായാലും പാർട്ടിക്കിളിനെ കാണും. സോ ആ പ്രോബബിലിറ്റി എന്താണ്? 1 ആണ് വരിക. സോ നമുക്ക് എന്തെന്ന് എഴുതാം? ഇൻ്റഗ്രൽ മോഡ് ആർ എൻ എൽ ഓഫ് ആർ സ്ക്വയർ മോഡ് തീറ്റ എൽ എം എൽ ഓഫ് തീറ്റ സ്ക്വയർ മോഡ് ഫൈ എം എൽ ഓഫ് ഫൈ സ്ക്വയർ ആർ സ്ക്വയർ സൈൻ തീറ്റ ഡി ആർ ഡി തീറ്റ ഡി ഫൈ ഈസ് ഈക്വൽ ടു 1. ഇനി എന്ത് ചെയ്യാണ്? ഇൻ്റഗ്രൽ സെപ്പറേറ്റ് ചെയ്യുക. കാരണം നമുക്കറിയാം ഒന്ന് വിത്ത് റെസ്പെക്ട് ടു ആർ ആണ്, ഒന്ന് വിത്ത് റെസ്പെക്ട് ടു തീറ്റയാണ്, ഒന്ന് വിത്ത് റെസ്പെക്ട് ടു ഫൈ ആണ്. സോ ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇത് മൂന്നും എന്താണ്? ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻ്റഗ്രലിനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. അങ്ങനെ എഴുതാം. എന്തെന്ന് എഴുതാം? ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ആർ ഓഫ് ആർ സ്ക്വയർ ഡി ആർ ഇൻ്റഗ്രൽ 0 ടു പൈ തീറ്റ സ്ക്വയർ സൈൻ തീറ്റ ഡി തീറ്റ ഇൻ്റഗ്രൽ 0 ടു 2 പൈ ഫൈ സ്ക്വയർ ഡി ഫൈ ഇസ് ഈക്വൽ ടു 1. ഇവിടെ റേഡിയൽ കോർഡിനേറ്റ്സിൻ്റെ ലിമിറ്റ് എന്താണ്? 0 ടു ഇൻഫിനിറ്റി ആണ്. പോളാർ കോർഡിനേറ്റ്സിൻ്റെ ലിമിറ്റ് 0 ടു പൈ ആണ്. അസിമുത്തൽ കോർഡിനേറ്റ്സിൻ്റെ ലിമിറ്റ് 0 ടു 2 പൈ ആണ്. സോ നമുക്ക് എന്ത് കിട്ടി? ഓവർ ദ വോളിയത്തിലുള്ള പ്രോബബിലിറ്റി ഡെൻസിറ്റിയുടെ ഇക്വേഷൻ കിട്ടി. ഇനി ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രോബബിലിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ദ റേഡിയൽ കോർഡിനേറ്റ്സ് ആൻഡ് ഓൺ ദ ആംഗുലാർ കോർഡിനേറ്റ്സ്. റേഡിയൽ കോർഡിനേറ്റ്സിൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റിയും അതുപോലെ തന്നെ ആംഗുലാർ കോർഡിനേറ്റ്സിൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റിയാണ്. ഇന്ന് റേഡിയൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ക്വാണ്ടം തിയറി അനുസരിച്ചിട്ട് ഒരിക്കലും ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണിന് റിവോൾവ് ചെയ്യുന്നത് വിഷ്വലൈസ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആറിനും തീറ്റയ്ക്കും ഫൈനും ഒരു ഡെഫിനിറ്റ് വാല്യൂസ് കിട്ടുന്നില്ല. നമ്മളെപ്പോഴും എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ വേരിയസ് ലൊക്കേഷനിൽ പാർട്ടിക്കിളിനെ കാണാൻ അല്ലെങ്കിൽ ഇലക്ട്രോണിനെ കാണാനുള്ള റിലേറ്റീവ് പ്രോബബിലിറ്റീസാണ് കണ്ടുപിടിക്കുന്നത്. സോ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ തീറ്റയ്ക്കും ഫൈനും അനുസരിച്ചിട്ട് ന്യൂക്ലിയസിന് പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് ആറിൽ പാർട്ടിക്കിളിനെ കാണാൻ അല്ലെങ്കിൽ ഇലക്ട്രോണിനെ കാണാനുള്ള പ്രോബബിലിറ്റിയാണ് കണ്ടുപിടിക്കുന്നത്. അതായത് ഓരോ തീറ്റയിലും ഫൈയിലും പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് ആറിൽ പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റിയാണ് കണ്ടുപിടിക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡി ആർ തിക്നെസ് ഉള്ള ഒരു സ്ഫെറിക്കൽ ഷെല്ല് കൺസിഡർ ചെയ്തു. ഈ സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ റേഡിയസ് ആറാണ്, തിക്നെസ് എന്താണ്? ഡി ആർ ആണ്. ഈ ഷെല്ലിൽ പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റിയാണ് കണ്ടുപിടിക്കുന്നത്. ആ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്താണെന്ന് എടുത്തു? പി ഓഫ് ആർ ആണെന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ ഡി ആർ തിക്നെസ്സിൽ പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റി എന്തായിരിക്കും? പി ഓഫ് ആർ ഡി ആർ. അപ്പോൾ ഈ പി ഓഫ് ആർ ഡി ആർ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്? ഇക്വേഷൻ നമ്പർ 1 വിത്ത് റെസ്പെക്ട് ടു തീറ്റ ആൻഡ് ഫൈയിൽ മാത്രം ഇൻ്റഗ്രേറ്റ് ചെയ്യുക.
കാരണം ഇവിടെ ഇങ്ങനെ ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുന്നില്ല. നമ്മൾ പറഞ്ഞു R റേഡിയസ് ഉള്ള ഒരു പാർട്ടിക്കിളാണ് നമ്മൾ ഒരു സ്ഫെറിക്കൽ ഷെല്ലാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. സോ അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഓരോ തീറ്റയിലും ഫൈലും ഡിഫറെൻറ്റ് തീറ്റയിലും ഫൈലും പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റിയാണ് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്വേഷൻ നമ്പർ 1നെ തീറ്റയിലും ഫൈലും മാത്രം ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് റേഡിയൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി കിട്ടും. സോ ഇക്വേഷൻ നമ്പർ 1 എടുത്തിട്ട് അതിനെ തീറ്റയിലും ഫൈലും മാത്രം ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അതായത് റേഡിയൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി P(r) dr is equal to എന്താണ് വരിക, മോഡ് r² dr ഇൻറ്റു ഇൻറ്റഗ്രൽ 0 to pi തീറ്റ LML സ്ക്വയർ സൈൻ തീറ്റ d തീറ്റ ഇൻറ്റഗ്രൽ 0 to 2 pi phi ml സ്ക്വയർ d phi. നമുക്കറിയാം r തീറ്റ ഫൈ എന്നുള്ളത് എന്താണ്, വേവ് ഫങ്ഷൻസ് ആണ്, നോർമലൈസ്ഡ് വേവ് ഫങ്ഷനാണ്. അതുകൊണ്ട് തന്നെ തീറ്റ ആൻഡ് ഫൈൻ്റെ ഇൻറ്റഗ്രൽ സെപ്പറേറ്റ്ലി എന്തായിരിക്കും, 1 ആയിരിക്കും. കാരണം നോർമലൈസ്ഡ് വേവ് ഫങ്ഷൻ ആകുമ്പോൾ അതെന്തായിരിക്കും, ഈക്വൽ ടു 1 ആയിരിക്കും. സോ റേഡിയൽ പ്രോബബിലിറ്റി P(r) is equal to എന്തെന്ന് വരും, r² (r(n(l)(r)² എന്ന് വരും. സോ റേഡിയൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്താണ്, r² മോഡ് (r(n(l)(r)² ആണ്. ഇനി r is equal to 0 ആകുമ്പോൾ ഈ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്താണ് വരിക, 0 ആണ് വരിക. പക്ഷേ അവിടെ ഇങ്ങനെ റേഡിയൽ വേവ് ഫങ്ഷനായിട്ടുള്ള r(r) 0 ആകണം എന്നില്ല. എങ്കിൽ പോലും പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്താണ് വരിക, 0 ആണ് വരിക. സോ നമുക്ക് എന്ത് പറയാം, പ്രോബബിലിറ്റി ഡെൻസിറ്റി P(r)ഉം റേഡിയൽ വേവ് ഫങ്ഷനായിട്ടുള്ള r(r)² കൺവേ ചെയ്യുന്നത് ഡിഫറെൻറ്റ് ഇൻഫർമേഷനാണ്. അതായത് ഇലക്ട്രോണിൻ്റെ ബിഹേവിയറിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷനാണ് ഇതൊക്കെ തരുന്നത്. ഈ വേവ് ഫങ്ഷൻ ആയാലും പ്രോബബിലിറ്റി ഡെൻസിറ്റി ആയാലും തരുന്നത്. പക്ഷേ ഈ രണ്ടും തരുന്നത് ഡിഫറെൻറ്റ് ഇൻഫർമേഷനാണ് തരുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ r is equal to 0 ഈ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്താണ്, 0 ആണ്, അതായത് മിനിമം ആണ്. പക്ഷേ റേഡിയൽ വേവ് ഫങ്ഷനായിട്ടുള്ള r(r) എടുക്കുകയാണെങ്കിൽ വെൻ r is equal to 0 വരുമ്പോൾ r is equal to 0യും അതുപോലെ തന്നെ n is equal to 1 l is equal to 0യിൽ ഇത് മാക്സിമം ആയിരിക്കും. അതായത് n equal to 1 l equal to 0 എന്ന് പറയുമ്പോൾ 1s സ്റ്റേറ്റ് ആണ്. ഈ 1s സ്റ്റേറ്റിൽ r is equal to 0യിൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി 0 ആയിരിക്കും. പക്ഷേ റേഡിയൽ വേവ് ഫങ്ഷൻ എന്നുള്ളത് എന്തായിരിക്കും, മാക്സിമം ആയിരിക്കും. സോ നമുക്കെന്ത് പറയാം, ഈ രണ്ടും കൺവേ ചെയ്യുന്ന ഇൻഫർമേഷൻസ് ഡിഫറെൻ്റ് ആണെന്ന് പറയാം. ഇനി എപ്പോഴാണ് റേഡിയൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി മാക്സിമം ആവുക, അറ്റ് r is equal to a0. അതായത് ബോർ റേഡിയസിലാണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി മാക്സിമം ആകുന്നത്. പക്ഷേ റേഡിയൽ വേവ് ഫങ്ഷൻ r(r) മാക്സിമം ആകുന്നത് അറ്റ് r is equal to 0യിലാണ്. ഇനി r ആൻഡ് r+dr ഡിസ്റ്റൻസിൽ ഇലക്ട്രോണിൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റിയാണ് ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. അതായത് ഓരോ ക്വാണ്ടം സ്റ്റേറ്റിലുള്ള പ്രോബബിലിറ്റി ഡെൻസിറ്റിയാണ് ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. സോ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ക്ലിയർ ആയില്ലെന്ന്. നമ്മൾ എന്താ പറഞ്ഞത്, പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്താണെന്നുള്ള കാര്യം, അതുപോലെ തന്നെ റേഡിയൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഓഫ് ഹൈഡ്രജൻ ആറ്റമാണ് പറഞ്ഞത്. റേഡിയൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഓഫ് ഹൈഡ്രജൻ ആറ്റം എന്താണ് വരിക, r² മോഡ് (r(n(l)(r)² എന്നാണ് വരിക. So I hope all are clear today's class. Let us wind up the class. Thank you.